ഗൈസ്, എല്ലാവർക്കും ഒരു ഹൈ. ഹൗ ആർ യു? എന്താ വിശേഷം? ആപ് കൈസാ ഹേ? എല്ലാം സെറ്റല്ലേ? എന്നാ തലക്കെട്ട് നോക്കിയാലോ. ദേശീയ രാജ്യാന്തര മത്സരങ്ങളിലും ഒളിമ്പ്യാഡുകളിലും പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് CBSE പരീക്ഷകൾക്ക് പുതിയ ക്രമീകരണം. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ഈ വർഷം മുതൽ രണ്ടാമത്തെ പൊതുപരീക്ഷ എഴുതാം. കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ ആദ്യ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യണം. 12ാം ക്ലാസ് ബോർഡ് പരീക്ഷാ സമയത്ത് പ്രധാന മത്സരങ്ങളുണ്ടെങ്കിൽ പ്രത്യേക പരീക്ഷ. സെലക്ഷൻ, പരിശീലന ക്യാമ്പുകൾക്ക് ഇളവില്ല. കുട്ടികൾക്കായുള്ള പ്രഥമ അക്ഷരക്കൂട്ട് സാഹിത്യോത്സവം തിരുവനന്തപുരത്ത് സമാപിച്ചു. 137 വിദ്യാർത്ഥികൾ രചിച്ച 140 പുസ്തകങ്ങളുടെയും ബാലസാഹിത്യ കൃതികളുടെയും പ്രദർശനം നടന്നു. പുസ്തക ചർച്ച, ശില്പശാല, എഴുത്തുകാരുമായുള്ള സംവാദം, പുസ്തക പ്രകാശനം, കലാപരിപാടികൾ എന്നിവയിൽ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ആയുഷ് UG കൗൺസിലിംഗിൽ 2ാം റൗണ്ട് ചോയ്സ് ഫില്ലിംഗ് നാളെ വരെ. BAMS, BHMS, BSMS, BUMS, BFAM ആയുർവേദ കോഴ്സുകളിലേക്കുള്ള ദേശീയ അലോട്ട്മെന്റിന്റെ 2ാം റൗണ്ടിലേക്ക് വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കാം. CAT 2025 പരീക്ഷ നവംബർ 30-ന്. ഇനി ഒരു കിടിലം ക്യാമ്പസ് കാഴ്ചയുമായി നമ്മുടെ നിഖിൽ പ്രമേഷ് വെയിറ്റിംഗിലാണ്. നിഖിലെ, സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. 24 ക്യാമ്പസ് ന്യൂസ് ഇന്ന് ചാത്തമംഗലത്തെ RIC GVHSS-ലാണ് ഉള്ളത്. ഇവിടുത്തെ നല്ല മിടുക്കരായ വിദ്യാർത്ഥികൾ നല്ല മികച്ചൊരു പെർഫോമൻസ് ക്യാമ്പസ് ന്യൂസിന് വേണ്ടി അവതരിപ്പിക്കുന്നുണ്ട്. നല്ലൊരു അടിപൊളി പെർഫോമൻസ് ഇപ്പോൾ കാഴ്ചവെക്കൂലേ? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഈ വിദ്യാലയത്തെ പറ്റി, ഈ വിദ്യാലയത്തിലെ പ്രിൻസിപ്പലിനോട് നമുക്ക് ചോദിക്കാം. എങ്ങനെയുണ്ട് നമ്മുടെ കുട്ടികളൊക്കെ? നല്ല കുട്ടികളാണ്. 1500-ഓളം വിദ്യാർത്ഥികളിവിടെ പഠിക്കുന്നുണ്ട്. LKG മുതൽ +2 വരെ, ഹയർ സെക്കൻഡറി, VHSC എല്ലാം ഉണ്ട്. നിങ്ങളുടെ പ്രിൻസിപ്പൽ എങ്ങനെ വൈബാണോ? അതെ, അങ്ങനെ പറയാൻ കാരണം? നല്ല അടിപൊളിയാണ്, സൂപ്പറാണ്. കുരുത്തക്കേടിനൊക്കെ കൂടെ വെക്കോ? ടീച്ചർ പിന്നെ കലാപ്രകടനങ്ങൾക്കൊക്കെ നല്ല സപ്പോർട്ടാണ്. പഠിക്കാറുണ്ടല്ലേ? അപ്പൊ നമുക്ക് ആദ്യം ഇവരുടെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് കാണാം. ഈ ടീമിന്റെ പെർഫോമൻസ്, അവരുടെ കലോത്സവ ദിനങ്ങളാണ്. ആദ്യം നമുക്ക് അവരുടെ പെർഫോമൻസ് കാണാം. വിദ്യാർത്ഥികളോട് നല്ല മനോഹരമായിട്ടുള്ള ഒരു പ്രകടനം നമ്മൾ കണ്ടു. അപ്പോൾ കലാമേളകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എങ്ങനെയുണ്ട് നമ്മുടെ മക്കള്? മക്കൾ അടിപൊളിയാണ്, നല്ല വൈബ് കുട്ടികളാണ്. ഇന്നലെയൊക്കെ ഫുൾ കലാപരിപാടികളായിരുന്നു. എല്ലാത്തിലും പങ്കെടുക്കുന്ന താല്പര്യമുള്ള കുട്ടികളാണ്. HMനോട് പ്രിൻസിപ്പളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഹൈസ്കൂളിലൊക്കെ ഈ സബ് ജില്ലയിലേക്ക് വരുമ്പോൾ ഞങ്ങൾ തന്നെയാണ് മുന്നിൽ. അതെ, ഇപ്പോൾ കുറേ വർഷമായിട്ട് നമ്മൾ തന്നെയാണ് സബ് ജില്ലയിൽ ട്രോഫി അടിക്കാറുള്ളത്. ഫസ്റ്റായിട്ട് ഞങ്ങൾ സബ് ജില്ലാ ശാസ്ത്രമേളയിലും കായികമേളയിലും കലാമേളയിലും ഒക്കെ നമ്മൾ തന്നെയാണ് കുന്നമംഗലം സബ് ജില്ലയിൽ ഫസ്റ്റ്. ഓക്കെ, എങ്ങനെയുണ്ട് കുട്ടികളുടെ ടോട്ടലി ഇതിനപ്പുറത്ത്, വിദ്യാഭ്യാസ രംഗത്തിനപ്പുറത്തുള്ള അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല കലയോട് താല്പര്യമുള്ള, ഡാൻസൊക്കെ പഠിച്ച് നല്ല പ്രാവീണ്യം, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഡാൻസൊക്കെ അവർ പെട്ടെന്ന് പഠിച്ചെടുക്കുന്നു. അങ്ങനെ നല്ല കഴിവുള്ള കുട്ടികളാണ്. ഈ അവർക്ക് വേറെ ലഹരി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് അപ്പുറത്ത് കുട്ടികൾക്ക് ഇതിനോടൊരു താല്പര്യം ഉണ്ട് അല്ലേ? ഉണ്ട്. നിങ്ങൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം. നമ്മള് സത്യത്തിലൊരു ഓണം മൂഡിലാണുള്ളത് അല്ലേ? ഓണം കഴിഞ്ഞെങ്കിൽ ഓണം മൂഡിൽ. അപ്പൊ നമുക്കൊരു ആർപ്പോ വിളിച്ചാലോ എല്ലാവർക്കും കൂടെ? അപ്പൊ ആരാ വിളിക്കുക? ആർപ്പോ! ഇവിടെ മാത്രമേ വിളിച്ചോളൂ, ഇവിടെ ശബ്ദമില്ല. ഒന്നുകൂടെ ആർപ്പോ! ഗേൾസ് മാത്രം ഉള്ളതുകൊണ്ടാണോ കുറച്ച് ശബ്ദം കുറഞ്ഞു പോയ പോലെ? എന്തായാലും ഈ ചാത്തമംഗലം സ്കൂളിലെ വൈബിനൊട്ടും കുറവില്ല. വിദ്യാർത്ഥികൾ നല്ല ആക്റ്റീവാണ്. ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങളാണ് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നതും. ഇപ്പോൾ ലഹരിയൊക്കെ അകറ്റി നിർത്തിയ ഒരു വിദ്യാലയമാണ്, അകറ്റി നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാലയമാണ്. അവർക്ക് അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് മുന്നോട്ടും അവരുടെ ഈ അധ്യയന കാലം അത്രയും തുടരാൻ കഴിയട്ടെ. കൊള്ളാലോ. താങ്ക്സ് മിസ്റ്റർ നിഖിൽ പ്രമേഷ്. അപ്പോൾ നമുക്ക് പിരിയാൻ ടൈമായി ഗൈസ്. കഴിഞ്ഞ വാരം എൻ്റെ പ്രിയപ്പെട്ട മുത്തുമണികളിൽ കുറേ പേര് എന്നോട് ചോദിച്ചു, അതെന്നാ സേ നോ ടു ഡ്രഗ്സ് പറയാത്തതെന്ന്. സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു ഗൈസ്.
തീരെ ചെറിയ കുഞ്ഞുങ്ങളുടെ പ്രതിനിധിയായ വാലന്റീനോ മുതൽ കോളേജ് കുട്ടികൾ വരെ ചോദിച്ചപ്പോൾ ഞാൻ ധന്യയായി മക്കളെ, ധന്യയായി. നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ദാ കണ്ടോ, ആന്റി ഇന്ന് ക്യാമ്പസ് ന്യൂസിനകത്ത് നോ ട്രെൻഡ്സ് പറയാൻ പറഞ്ഞതാ. ഞാൻ ഒരിക്കലും ഡ്രഗ്സ് ഉപയോഗിക്കില്ല. അതാണ് നമ്മുടെ പിള്ളേര്. താങ്ക്സ് വാലന്റിനോ. അപ്പോ കട്ടിക്കുരു സേ നോ ടു ഡ്രഗ്സോടെ ടാറ്റ, ബൈ ബൈ, സീ യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.